രാധാകൃഷ്ണൻ നമ്മുടെ സദാനന്ദൻ മാഷ് സദാനന്ദൻ മാഷ് എന്നാണ് അദ്ദേഹം സദാനന്ദൻ മാഷ് എന്നാണ് അറിയുന്നത്. അപ്പോൾ അദ്ദേഹം രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം 83. അതനുസരിച്ചിട്ട് വിദ്യാഭ്യാസ വിചക്ഷൺ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ആ ഒഴിവും കിടപ്പുണ്ട്. അപ്പോൾ സദാനന്ദൻ മാഷിനെ ഓർക്കുമ്പോൾ സൗമ്യനാണ്, വിനയാന്വിതനാണ്, അങ്ങനെ ആക്സസിബിളാണ്, ആളുകൾക്ക് എപ്പോൾ പോയും എന്തും സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. 30 വയസ്സ് ഉള്ളപ്പോഴാണ് അദ്ദേഹത്തിന് മാർക്സിസ്റ്റുകൾ വേട്ടയാടുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ട് ക്ഷണക്കത്തൊക്കെ കൊടുത്ത് തിരിച്ച് കണ്ണൂരിലെ വീട്ടിലേക്ക് ബസ്സിൽ വന്നിറങ്ങി നടന്നു പോകുമ്പോഴാണ് മാർക്സിസ്റ്റുകൾ ആക്രമിക്കുന്നത്. ഒരു കാല് വെട്ടിക്കളഞ്ഞിട്ട് ഇത് സുഹൃത്ത് ഈ കാല് വലിച്ചഴിച്ചു അവർ. പിന്നെ ആ കാല് കൊണ്ട് വലിയ പ്രയോജനവും കാണാൻ വഴിയില്ല. സദാനന്ദൻ മാഷ് ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ പോകുന്നത്. ഈ കാലും വഹിച്ചിട്ടാണ് ഒരു സുഹൃത്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് വിചാരിച്ചിട്ട് വഹിച്ചിട്ടാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. പിന്നെ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം മുറിച്ചു മാറ്റി കൃത്രിമക്കാലിലാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് ആ സമയത്ത് വനിതാ റാണി ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഒന്നിച്ച് പഠിച്ചവരൊക്കെയാണ്. അവരെ ഉപദേശിച്ചതാണ് സദാനന്ദൻ മാഷ്, വേറൊരു ജീവിതം ഇനി ഉണ്ടാകാം. പക്ഷെ അവര് ഉറച്ചു നിന്നതാണ്. അങ്ങനെ അവർക്കൊരു മകളുണ്ട്, യമുന ഭാരതി ഇപ്പോൾ ബിടെക്കിന് പഠിക്കുകയാണ്. അപ്പോൾ മാഷ് എപ്പോഴും പറയാറുണ്ട്, ഈ പ്രസ്ഥാനമാണ് എല്ലാത്തിലും കൂടെ നിന്നത്. സദാനന്ദൻ മാഷിനോട് മാർക്സിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്ന വിരോധം സാധാരണഗതിയിൽ വ്യക്തിവിരോധമായിരുന്നില്ല. മാർക്സ് മാഷ് ആരെയെങ്കിലും ഉപദ്രവിച്ചതായിട്ട് മാഷിന്റെ കൊടിയ ശത്രുക്കളും പറയില്ല, മാഷിന്റെ കാല് വെട്ടിയ മാർക്സിസ്റ്റുകാരും പറയില്ല. വളരെ സൗമ്യനാണ്. ഈ അവസ്ഥയിലും പ്രസാദാത്മകമായി ചിരിച്ചുകൊണ്ടല്ലാതെ മാഷ് നമുക്ക് കാണാൻ പറ്റില്ല. അത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത്ര തിക്തമായൊരു അനുഭവം ഒരാൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മൂലം വരാവുന്ന വെറുപ്പിൻ്റെ ഒരു ചെറിയ അംശം മുഖത്തും ചുണ്ടിലും കണ്ണിലും ഒക്കെ കാണേണ്ടതാണ്. മാഷ്ക്ക് അത് കണ്ടിട്ടില്ല. അത് ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നതെന്ന്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്ന നോമിനേഷൻസിലും ബാക്കി പദവികൾ കൊടുക്കുന്നതിലുമൊക്കെ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം എന്ന നിലക്കാണ് ഞാനിതിനെ കാണുന്നത്. കാരണം സദാനന്ദൻ മാഷ് ജീവിച്ചിരിക്കുന്ന ബലിദാനിയാണ്. എന്താണ് മാഷ് ചെയ്ത തെറ്റ്? മാഷ് RSSന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. RSS നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയല്ലല്ലോ. RSS ഈ രാജ്യത്ത് ഹിംസ വരുത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നില്ല. RSS ചെയ്യുന്നത് എന്താണ്? RSS ചെയ്യുന്നത് ഈ രാജ്യത്തോട് നിങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തോട് നിങ്ങൾക്ക് സ്നേഹവും ആദരവും ബഹുമാനവും ഉണ്ടാകണം. അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണണം. അതിനെയാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്. ആ രാജ്യസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഭാരതാംബ എന്ന് പറഞ്ഞൊരു സങ്കല്പം. ഇന്നിപ്പോൾ ഭാരതാംബയും കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റില്ലെന്നാണ് പറയുന്നത്. ഒന്നും പറ്റില്ല അവർക്ക് പിന്നെ ആകെ പറ്റുന്നത് അരിവാളും ഇതാണ്. കണി കാണാൻ കൊള്ളുന്ന കാര്യങ്ങളായിട്ടല്ല. അവർക്ക് ആകെ ഇത് ഈ രാജ്യം നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ലോകത്തെവിടെയും. കമ്മ്യൂണിസം വന്നേക്കണ എല്ലാ പ്രദേശങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ പ്രദേശത്തുണ്ടാകാവുന്ന അതിൻ്റെ ആധ്യാത്മികമായ വശത്തെ പാടെ നശിപ്പിച്ചു കളയും. അതായത് നന്മയെ ഇല്ലാതെയാക്കണം. അല്ല, ഈ അരാജകത്വം വിതയ്ക്കണം. അല്ല, എന്നിട്ട് ആ അരിവാള് കൊണ്ട് അത് കൊയ്യണം. ഈ മഹാത്മാഗാന്ധിയെ മാർക്സിസം പഠിപ്പിച്ചത് വിനോബാജിയാണ് ജയിലിൽ വെച്ച്. ഒരു ദിവസം 20 മിനിറ്റായിരുന്നു അതിനെ നീക്കി വെച്ചിരുന്നത്. ആ 20 മിനിറ്റ് എടുത്തിട്ട് ഇത് പഠിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് വിനോബാജി ആയതുകൊണ്ട് ഇതെല്ലാം ഇതിൻ്റെ ഒറിജിനൽ ഭാഷ അറിയാമായിരുന്നു. ബഹുഭാഷ പണ്ഡിതനായിരുന്നു, അറിയാമല്ലോ.
അപ്പോൾ അദ്ദേഹം അത് ഒറിജിനൽ വായിച്ചിട്ടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. വായന എല്ലാം കേട്ടതിന് ശേഷം ഒരൊറ്റ കമൻ്റാണ്, ഓഹ്, ഇതിൽ നന്മയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വാക്കുപോലും ഇല്ലല്ലോ എന്ന്. മാർക്സിൻ്റെ മൊത്തം ജീവിതത്തിന് നൽകാവുന്ന ഏറ്റവും ശക്തമായ നിരൂപണം അതാണ്. അടിക്കുറിപ്പ് അതാണ്. നന്മയെക്കുറിച്ച് ഒന്നും പരാമർശിക്കുന്നില്ല. കമ്മ്യൂണിസത്തിലും ഈ നന്മയുണ്ട് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. അതിലില്ല, ഉണ്ടാകാൻ സാധ്യമല്ല. അതിൻ്റെ ദർശനം അനുസരിച്ചിട്ട്, അതിൻ്റെ ഫിലോസഫി അനുസരിച്ചിട്ട്, അതിൻ്റെ മെത്തഡോളജി അനുസരിച്ചിട്ട് അതിൽ നന്മയ്ക്ക് സാധ്യതയില്ല. സത്യത്തിൽ മറ്റേ ഒരു ദർശനമുണ്ടല്ലോ, ആ ദർശനം കാഫറുകളെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെയും വർഗശത്രുവിനെ ഉന്മൂലനം ചെയ്യണം എന്നാണ്. അങ്ങനെ വർഗശത്രുവിൻ്റെ രക്തത്തിൽ കൈമുക്കാത്തവൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് എടപ്പള്ളി കേസിൽ ഒരു ആൾ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, അദ്ദേഹം ഇതിൽ കൈമുക്കിയിട്ട് ചുവരിൽ പതിച്ചത്. ആരാണെന്നറിയാമല്ലോ? ഞാനിപ്പോൾ തൽക്കാലം ആ പേര് പറയുന്നില്ല. ധനമന്ത്രിയായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹമാണത് ചെയ്തത്. അപ്പോൾ അതെന്താ, അദ്ദേഹമായിരുന്നു ഏറ്റവും ആക്റ്റീവ് ആയിരുന്നതെന്ന് എന്നോട് എം ലോറൻസ് പറഞ്ഞു. ലോറൻസ് ചേട്ടൻ എൻ്റെ അടുത്തും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോറൻസിനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പലവട്ടം ചോദിച്ചു ഒരു ദിവസമാണ് ലോറൻസ് ചേട്ടൻ ആ സത്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇന്ന ആളാണ്, വളരെ ആക്റ്റീവായിരുന്നു അദ്ദേഹം. പക്ഷെ ഒരു കാര്യമുണ്ട്, തല്ലുകൊണ്ടില്ല. ഇല്ല, കാരണം അദ്ദേഹം ബോംബെക്ക് പോയി. അല്ല, അങ്ങനെ അതിനു മുമ്പൊരു കാര്യമുണ്ട്, അതറിയില്ലേ? നമ്മുടെ ഇദ്ദേഹം ഉണ്ടായിരുന്നില്ലേ, കോൺഗ്രസ് നേതാവായിരുന്ന മാധവൻ നായർ, കെ പി മാധവൻ നായരുടെ ഭാര്യയായ പവിഴം മാധവൻ നായരുടെ ബന്ധുവാണ് ഇദ്ദേഹം. ഇദ്ദേഹം നേരെ പോയിട്ട് ഒളിവിലിരുന്നത് കെ പി മാധവൻ നായരുടെ വീട്ടിലാണ്. അപ്പോൾ വേറൊരു നായരെ പോലീസുകാരൻ അവിടെ ചെന്ന് ഇത് പോയിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ കെ പി മാധവൻ നായർ വന്നിട്ട്, കെ പി മാധവൻ നായരുടെ വീട്ടിലാണോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രതിയെ അന്വേഷിക്കുന്നത് എന്ന് വളരെ അട്ടഹസിക്കുകയും ഈ പാവം പോലീസുകാരൻ പേടിച്ചു വരികയും ചെയ്ത്. ഇയാളപ്പോൾ തട്ടുമുകളിലിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഇദ്ദേഹം ബോംബെക്ക് പോയത്. അങ്ങനെ ഒരു ചരിത്രവും കൂടി ഉണ്ട്, അത് പോയിക്കോട്ടെ. അപ്പോൾ ഈ കമ്മ്യൂണിസത്തിലെല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രതികാര വാഞ്ചയുണ്ട്. ആ പ്രതികാര വാഞ്ചയുടെ ഇരയായി തീർന്ന ആളാണ് സദാനന്ദ മാഷ്. അല്ല, സദാനന്ദ മാഷ് ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ സദാനന്ദ മാഷെ കൊന്നു കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയോട് കൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ പോയത്. അക്കാലത്തെ പാർട്ടി സെക്രട്ടറി ആരായിരുന്നു? ആ മറ്റേ സംഭവത്തിൽ നിന്നാണ് പിന്നെ വെട്ടുമ്പോൾ 51 വേണമെന്നൊക്കെ തീരുമാനിച്ചത്. അതെ അതെ, 1994. അതെ, ആ കാലത്തെ പാർട്ടി സെക്രട്ടറി കെ നായനാരാണ്. ഞാൻ AK സെന്ററിലൊക്കെ പോയി അദ്ദേഹത്തിന് നിങ്ങളുടെ ഒരു ബീറ്റ്, രാമൻ്റെ ബീറ്റ് ആയിരുന്നില്ലേ മാർക്സിസ്റ്റ്? അങ്ങനെയാണ് നിങ്ങൾ ഈ പാർട്ടി ചരിത്രം മുഴുവൻ പഠിച്ചു വന്നത്. പക്ഷെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ പരമമാന്യനും സരസനും ഫലിതപ്രിയനുമാണ് നയനാർ എന്ന് പറയുമ്പോൾ, ആ നയനാർ അറിയാതെയല്ല സദാനന്ദ മാഷ്ട കാല് വെട്ടിയത് എന്ന കാര്യവും കൂടി നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറി ആരായിരുന്നാലും അത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഗോവിന്ദനായിരുന്നാലും അച്യുതാനന്ദനായിരുന്നാലും പിണറായി ആയിരുന്നാലും, അച്യുതാനന്ദനായിരുന്നപ്പോൾ എത്ര കൊലപാതകം നടന്നിട്ടുണ്ട്? ഇത് അച്യുതാനന്ദൻ അറിയാതെ ചെയ്തതാണ്. ആളുകൾക്കെല്ലാം ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം പറയണ പിണറായി അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയതാണ്. പക്ഷേ അച്യുതാനന്ദനും നയനാരും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഈ MV രാഘവനെ പുറത്താക്കിയിട്ട് പാമ്പിനെ ചുട്ടുകൊല്ലുന്ന കാര്യമുണ്ടല്ലോ, ആ കാലത്ത് അതേ പ്രതികാരത്തോടു കൂടിയാണ് ഈ മാഷ്ക്കെതിരെ ഇത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനെ ആദരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസത്തിൻ്റെ പേരിൽ കൊലക്കത്തിക്ക് ഇരയാകേണ്ടി വരുന്ന ബലിദാനികളെ ആദരിക്കുന്നു എന്നുകൂടി ഇതിനർത്ഥമുണ്ട്. അദ്ദേഹം ആരുടെ അടുത്തും ഒന്നും ചോദിച്ചു പോകുന്ന ഒരാളെ അല്ല, ഒന്നും ചോദിച്ചു പോകുന്ന ഒരാളെ അല്ല. വളരെ സംതൃപ്തനായി കിട്ടിയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഞാൻ സംസ്ഥാന സമിതിയിലുണ്ടായിരുന്നു, വൈസ് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നതാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു പരാതിയും പറയാതെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ശരിക്കും നമ്മുടെ ഈ സനാതന പൈതൃകം പുലർത്തി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്, ശുദ്ധനായ ഒരു മനുഷ്യനെന്ന്. അങ്ങേര് ആരെ ഉപദ്രവിക്കാൻ പോയിട്ടില്ല, അങ്ങേര് ഉപദ്രവിക്കാൻ പോയതിൻ്റെ അല്ല. കമ്മ്യൂണിസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർ വർഗശത്രു എന്ന് പറഞ്ഞ ഒരാളെ മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ
പിന്നെ അവന് ഇല്ലാത്ത കുഴപ്പങ്ങളില്ല, അവനെ കൊല്ലുക എന്നുള്ളത് അവരുടെ മിനിമം പരിപാടിയാണ്. കാഫിറിനെ കൊല്ലുമ്പോൾ അള്ളാഹ് മറ്റേ സ്വർഗരാജ്യത്ത് ഹൂറിയെ കൊടുക്കും എന്ന് പറയുന്ന രീതിയിലാണ്. വർഗശത്രുവിനെ ഉന്മൂലനാശം വരുത്തി അവൻ്റെ ചോരയിൽ മുക്കണം എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ വർഗശത്രുവായിട്ട് കണ്ട ഒരാളാണ് സദാനന്ദൻ മാഷ്. അദ്ദേഹത്തിൻ്റെ ചോരയിൽ കൈമുക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ആ ചോരയുടെ കറ അന്നത്തെ പാർട്ടി നേതാവായിരുന്ന EK നയനാരുടെ കയ്യിലും ഉണ്ട് എന്നാണ് ഞാൻ പറയുക. ഈ ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ എന്ന് പറയുന്നില്ലേ, ലേഡി മാക്ബത്ത്, ആ ലേഡി മാക്ബത്തിൻ്റെ കയ്യിലെ കറ പോലെ തന്നെയായിരുന്നു ഈ നിഷ്കളങ്കനായ മനുഷ്യൻ്റെ കാല് വെട്ടിക്കളഞ്ഞ് അദ്ദേഹത്തെ കൊല്ലതിൻ്റെ ചോരക്കറ നയനാരുടെ കയ്യിലും കൂടി ഉണ്ട്. അതില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമായില്ല. കമ്മ്യൂണിസം ലോകത്തിൻ്റെ ഏറ്റവും വലിയ തിന്മകളിലൊന്നാണ്. കാരണം അതിൽ നന്മയില്ല എന്ന് ഗാന്ധി പറഞ്ഞതാണ് അതിൻ്റെ തിന്മയാണ് എന്ന് പറയാൻ കാരണം. നമ്മൾ ഈ സദാനന്ദൻ മാഷിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഹിംസയും നമ്മുടെ മുന്നിലേക്ക് മനസ്സിലേക്ക് ഇങ്ങനെ പ്രവാഹം പോലെ വന്നുകൊണ്ടിരിക്കും. അത് എത്ര പേരെയാണ് കൊന്നൊടുക്കിയിരിക്കുന്നത്. അത് രാമൻ്റെ ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇത് തുടങ്ങി വെച്ചത് ലെനിൻ സഖാവാണ്. അതെ അതെ, റെഡ് ടെറർ. ലെനിൻ സഖാവ് തുടങ്ങി വെക്കാത്ത ഒരു കാര്യവും സ്റ്റാലിൻ സഖാവ് പൂർണ്ണമാക്കിയിട്ടില്ല. അല്ലാണ്ട് ആളുകൾ പറയാൻ ലെനിൻ മഹാനായിരുന്നു, സ്റ്റാലിൻ എന്ന് ഈ ചില CPIക്കാർ മഹാനായിരുന്നു. അതെ, CPIക്കാരും ഈ വിഡിത്തം പറഞ്ഞിട്ടുണ്ട് ലെനിൻ മഹാനാണെന്ന്. അല്ല, ലെനിൻ തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും ഒരു ഉത്തമ ശിഷ്യൻ എന്ന നിലക്ക് പൂർണ്ണതയിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് സ്റ്റാലിൻ നിർവഹിച്ചത്. അല്ലാതെ ലെനിൻ മഹാനായിരുന്നു. പിന്നെ ഇവർ പറഞ്ഞത് ലെനിൻ എന്താണ് കവിത എഴുതിയെന്ന് അതുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. അത് മാധവിക്കുട്ടി മലയാള കവിതയെക്കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കവിതയിലല്ല, കരച്ചിലല്ലേ. മാർസ് കവിത എഴുതിയിട്ടുണ്ട്, പ്രേമ കവിത എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് പ്രേമ കവിത എഴുതുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് എല്ലാവരും കവിത എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ രാധാകൃഷ്ണ. ഇവരെ കവികളായിട്ട് നമ്മൾ ഏതെങ്കിലും ആന്തോളജി കാണുന്നുണ്ടോ? അല്ല, അത് കാണേണ്ട ഒരു കാര്യമില്ലല്ലോ. കാരണം കവിതയില്ലല്ലോ. ഇല്ലല്ലോ. പോസ്റ്റ്മാന് പരിഹരിക്കാവുന്ന പ്രശ്നമല്ലേ ഇവർ കവിതയായിട്ട് എഴുതുന്നത്. അവരാളോട് ചെന്ന് പറഞ്ഞ് പോസ്റ്റ്മാന് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. അതിനകത്ത് അവിടെ എവിടെയാണ് കവിത ഉള്ളത്? പക്ഷേ ലെനിൻ കവിയായിരുന്നു, മാർക്സ് കവിയായിരുന്നു. അങ്ങനെ ആ കവിത അതാണ് മാനവികതയുടെ ഉത്തമ ഉദാഹരണം എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളം വാദ്യന്മാർ ഇതിൻ്റെ വികലമായ തർജ്ജമകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിത് പറയുമ്പോൾ ആരെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നതെന്നുള്ള കാര്യം അങ്ങേക്ക് ഊഹിക്കാമല്ലോ. അപ്പം അതെല്ലാം മാറ്റി ഇത്ര തിന്മ, ലോകത്തിൻ്റെ തിന്മയാണ് മാർക്സിസം. ആ തിന്മയുടെ ഒരു ശിക്ഷ ഏറ്റുവാങ്ങി നന്മ കൊണ്ട് അതിനെ നേരിട്ട സദാനന്ദൻ മാഷ്ക്ക് ഇങ്ങനെ ഒരു പദവി കിട്ടിയതിൽ അത്യധികം സന്തോഷം. രാമനോടൊപ്പം തന്നെ അതിൽ കൂടുതലായിട്ട് എനിക്കുണ്ട് സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.